അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇവന്റ് ഡെലിഗേഷൻ. ഇവന്റ് ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക് ദാറ്റ് അലോസ് യു ടു മാനേജ് ഇവന്റ്സ് ഫോർ മൾട്ടിപ്പിൾ എലമെന്റ്സ് more efficiently by using a single event listener on a common parent element rather than on each individual element, child element. നമ്മൾ എല്ലാ ചൈൽഡ് എലമെന്റിനകത്തും എന്താണ് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യാതെ ഒരു സിംഗിൾ പാരന്റ് കോമൺ പാരന്റ് എലമെന്റിന് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മള് എന്തിനാണ് മൾട്ടിപ്പിൾ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് മൾട്ടിപ്പിൾ എലമെന്റ്സ് മോർ എഫിഷ്യൻലി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്തുള്ള ഇവന്റ്സിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവന്റ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു by using a single event listener on a common pair rather than on each child element. ഓരോ ഇൻഡിവിജ്വൽ ചൈൽഡ് എലമെന്റിനും ഇവന്റ് ലിസണർ ആഡ് ചെയ്യാതെ സിംഗിൾ ഇവന്റ് ലിസണർ കോമൺ പാരന്റ് എലമെന്റ് കൊടുക്കുന്നു. എന്തിന്? മൾട്ടിപ്പിൾ എലമെന്റ്സിനെ എല്ലാത്തുള്ള ഇവന്റ്സിനെ നമുക്ക് മോർ എഫിഷ്യൻലി മാനേജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ് ഇവന്റ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഹാൻഡിൽസ് ഡൈനാമിക് എലമെന്റ്സിനെ എന്താണ് ഡൈനാമിക് എലമെന്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ നല്ല ക്ലീനർ ആയിട്ടുള്ള കോഡായിരിക്കും. മനസ്സിലായി? ഡൈനാമിക് എലമെന്റ്സിനെ, അതായത് ഡൈനാമിക് എന്ന് വെച്ച് ചേഞ്ച് ചെയ്യുന്ന ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വരുന്ന എലമെന്റ്സിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യാനും പിന്നെ പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ ക്ലീനർ ആയിട്ടുള്ള കോഡൊക്കെ ആക്കാനും നമുക്ക് പാടും. എപ്പോഴും ഇങ്ങനെ ഇവന്റ് എഴുതുമ്പോഴത്തേക്കും ഭയങ്കര ക്ലീനർ ആയിട്ട് ഇരിക്കില്ല. അപ്പൊ ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഇവന്റ് ഡെലിഗേഷൻ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഇതൊരു കോഡാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡെക്സ് ഡോട്ട് HTML-നകത്ത് ഡോക് ടൈപ്പ് HTML. അത് കഴിഞ്ഞിട്ട് HTML ലാംഗ്വേജ് ഹെഡ് ടാഗിന്റെ ഉള്ളിൽ ടൈറ്റിൽ ഡോക്യുമെന്റ് എന്ന് വന്നിട്ട് എഴുതി. ബോഡി ടാഗിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ div ക്ലാസ് ഈസ്ക്വൽ ടു ബോസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റ് ID ഈസ്ക്വൽ ടു ഐറ്റം ലിസ്റ്റ് item 1 item 2 item 3 എന്ന് വന്നിട്ട് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് നകത്ത് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു UL-നകത്ത്. അത് കഴിഞ്ഞിട്ട് div ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇതിനകത്ത് അപ്പൊ ഡിവിനകത്ത് ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് UL ടാഗ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളില് കോൺസ്റ്റ് ഐറ്റംസ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഐറ്റം ലിസ്റ്റ്. ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞ ഐഡിയിലുള്ള എലമെന്റിനെ എടുക്കുന്നു. മനസ്സിലായോ? ഇതാണ് ഐറ്റം ലിസ്റ്റ്. ഐഡിയിലുള്ള എലമെന്റിനെ എടുത്തിട്ട് ഐറ്റംസ് ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റ്, അതിനകത്തേട്ട് ഒരു ഇവന്റ് ലിസ്റ്റിനെ ആഡ് ചെയ്യുന്നു. ക്ലിക്ക് ഇവന്റ് വരുമ്പോഴത്തേക്കും ഒരു ഫംഗ്ഷനെ റൺ ചെയ്യുന്നു. ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടാഗ് നെയിം, അതിന്റെ ടാഗ് നെയിം എന്ന് പറഞ്ഞാൽ ടാർഗറ്റിനകത്ത് ടാഗ് നെയിം എന്ന് പറയുന്നത് എന്നാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് ക്ലിക്ക്ഡ് എന്ന് വന്നിട്ട് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ്, അതിന്റെ ടെസ്റ്റ് കണ്ടന്റിനെ പ്രിന്റ് ചെയ്യുന്നു. അതാണ്. എന്നിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഫംഗ്ഷനെ ക്ലോസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി ടാഗിനെ ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇതാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ULID ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞത് ക്രിയേറ്റ്സ് എ ലിസ്റ്റ്, ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. UL വിത്ത് 3 ലിസ്റ്റ് ഐറ്റംസ് ആണ് അതിനകത്തുള്ളത്. ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് 3 ലിസ്റ്റ് ഐറ്റംസ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഹാസ് ആൻ ID ഐറ്റം ലിസ്റ്റ്. അപ്പൊ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ID കൊടുത്തേക്കുന്നത് ഐറ്റം ലിസ്റ്റ് എന്നാണ്. കോൺസ്റ്റ് ഐറ്റംസ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഐറ്റം ലിസ്റ്റ് എന്ന് വെച്ചാൽ യു സെലക്ട് ദ എൻറ്റയർ UL എലമെന്റ് യൂസിങ് ഇറ്റ്സ് ID വെച്ചിട്ട് എൻറ്റയർ UL എലമെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഐറ്റംസ് ഡോട്ട് യു അറ്റാച്ച് എ ക്ലിക്ക് ഇവന്റ് ലിസണർ ടു ദ UL. എന്നിട്ട് അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്തേട്ട് ഒരു ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. അതായത് എല്ലാ LIയിലേട്ടും ആഡ് ചെയ്യുന്നില്ല. ആ UL-നെ നമ്മൾ UL-നകത്തേട്ട് നമ്മൾ ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നു. ആ UL-നകത്തുള്ള എല്ലാ LIനും നമ്മൾ എന്താണ് ഇവന്റ് ലിസണറിനെ ആഡ് ചെയ്യുന്നില്ല.
E is the event object that gives you info about the click. E എന്ന് പറയുന്നത് ഇവന്റ് ആണ്, ഒബ്ജക്റ്റ്, ഇവന്റ് ഒബ്ജക്റ്റ് ആണ് E എന്ന് പറയുന്നത്. That gives you information about the click. നമ്മുടെ ക്ലിക്കിന്റെ ഇൻഫോർമേഷനെ കുറിച്ചിട്ട് നമുക്ക് തരാനായിട്ടാണ് നമ്മൾ ഇ എന്ന് പറഞ്ഞ ഇവന്റ് ഒബ്ജക്റ്റ്, ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ആണ് ഇ എന്ന് പറയുന്നത്. ഇഫ് ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ടാഗ് നെയിം ഈക്വൽ ടു li, അതായത് ഇ ഡോട്ട് ടാർഗറ്റ് എന്ന് വെച്ച് റെഫേഴ്സ് ടു ദ ആക്ച്വൽ എലമെന്റ് ദാറ്റ് വാസ് ക്ലിക്ക്, ഏത് എലമെന്റ് ആണോ ക്ലിക്ക് ചെയ്ത് ആ എലമെന്റിനെയാണ് ഈ ഡോട്ട് ടാർഗറ്റ് റെഫർ ചെയ്യുന്നത്. ദിസ് കണ്ടീഷൻ എൻഷുവേഴ്സ് ദ കോഡ് ഇൻസൈഡ് ഓൺലി റൺസ് ഇഫ് li വാസ് ക്ലിക്ക്ഡ്. അതായത് ഈ കണ്ടീഷൻ എന്താണ് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഇൻസൈഡ് ഓൺലി റൺസ്, അതായത് ഇതിനകത്തുള്ള കോഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് റൺ ചെയ്യുന്നത്, li എന്ന് പറഞ്ഞ ടാഗ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അത് കണ്ടീഷൻ എന്റെ ഉള്ളിലുള്ള കോഡ് റൺ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ട്രൂ ആണെങ്കിൽ എന്താണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് ഇറ്റ് ലോഗ്സ് ദ ടെസ്റ്റ് ഓഫ് ദി ക്ലിക്ക്ഡ് ഏത് li ആണ് ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ടെസ്റ്റിനെ എന്താണ് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇവന്റ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ്, അതായത് ഡോക്യുമെന്റ് ഡോട്ട് കെറി സെലക്ട് ഓൾ li, അതിനകത്ത് എല്ലാ liനെയും സെലക്ട് ചെയ്തിട്ട് ഡോട്ട് ഫോർ ഈച്ച് li ഡോട്ട് ആഡ് ഇവന്റ് ലിസണർ ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ liനകത്ത് ഒരു ഇവന്റ് ലിസണർ ആഡ് ചെയ്യാതെ നമ്മൾ ഫോർ ഈച്ച് ഉപയോഗിച്ചിട്ട് എല്ലാ liക്കും നമുക്ക് ഒരു ഇവന്റ് എല്ലാത്തിനെയും സെലക്ട് li ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ റോള് വെച്ചിട്ട് നമുക്ക് എല്ലാ liനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന് ഫോർ ഈച്ച് വെച്ചിട്ട് എല്ലാ liക്കും ഓരോ li വെച്ചിട്ട് liനകത്ത് ആഡ് ഇവന്റ് ലിസണർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പകരം നമ്മൾ ഇവന്റ് ഡെലിഗേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. യു ഡെലിഗേറ്റ് ദ ക്ലിക്ക് ഇവന്റ് ടു ദ പാരന്റ്, പാരന്റിന് ഒരു ക്ലിക്ക് ഇവന്റ് കൊടുക്കുന്നു. ആൻഡ് ചെക്ക് വിച്ച് ചൈൽഡ് ട്രിഗേർഡ് ഇവന്റ്. അപ്പൊ പാരന്റിന് കൊടുക്കുമ്പോൾ ചൈൽഡിനെ അഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ ആ പാരന്റിന് ഒരു ഇവന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ ചെക്ക് ചെയ്യുന്നത്, ഏത് ചൈൽഡ്, ആ പാരന്റിന്റെ ഉള്ളിലുള്ള ഏത് ചൈൽഡ് ആണ് ഇവന്റിനെ ട്രിഗർ ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് എന്ന് അത് ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ മോർ എഫിഷ്യന്റ് ആണ് ഇത്, മോർ എഫിഷ്യന്റ് ആണ്. ഡൈനാമിക് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ കുറെ എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മോർ എഫിഷ്യന്റ് ആണ് ഈ കേസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സിംപ്ലർ ടു മാനേജ് വെൻ ആഡിങ് ഓർ റിമൂവിങ് ലിസ്റ്റ് ഐറ്റംസ് ഡൈനാമിക്കലി. നമ്മൾ ലിസ്റ്റ് ഐറ്റംസിനെയൊക്കെ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ആ കേസിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്, ഇവന്റ് ഡെലിഗേഷൻ.